ഹലോ ഫ്രണ്ട്സ്, ഓണക്കല്ലേ വരണേ. അപ്പോൾ നമുക്കൊരു പുളിയിഞ്ചി അല്ലെ ഇഞ്ചിൻ പുളി കാച്ചിയാലോ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്തോളണേ. അപ്പോൾ കമോൺ ഗൈസ്, വരും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ 200 ml പുളി എടുത്തിട്ട് ഒരു ബൗളിൽ കുതിരാനായിട്ട് ഇടാം. അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ടാണ്. അടുത്തതായി ഒരു പാനിലോട്ട് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയായിട്ട് ഒന്ന് നല്ലപോലെ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ശർക്കര പാനിയോട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ മൺചട്ടി എടുത്തിട്ടുണ്ട്. പുളിഞ്ചി വയ്ക്കാൻ നല്ലത് ഇതുപോലത്തെ ചട്ടിയാണ്. ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രത്തിൽ വെച്ചാലും മതി. ഞാനിതാണ് യൂസ് ചെയ്യാറ്. ചട്ടി ചൂടായുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം കടുക് തന്നെ ഇട്ട് കൊടുക്കണം. അര ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഏകദേശം പൊട്ടി കഴിയുമ്പോൾ ഇതുപോലെ 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് 250 ഗ്രാം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 100 ഗ്രാം പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നന്നായൊന്ന് മൂത്ത് വരണം, അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയിലെ ഇഞ്ചി കടിക്കുമ്പോഴേ ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ബ്രൗൺ കളർ ആവണം. ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. എളുപ്പത്തിലാവാനായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടെക്സ്ചറേ മാറും. അത് കാരണം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ക്ഷമ വേണം, കുറച്ച് നേരം ഇളക്കേണ്ടി വരും. ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്.
നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. പൊടികൾ ചട്ടി ചൂടുള്ള കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 10 സെക്കൻഡ് ഇളക്കി യോജിപ്പിക്കണം. അധികം നേരം ആവണ്ട, 10 സെക്കൻഡ് തന്നെ മതി. ഇതിലോട്ട് തിക്കായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം. ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ടീസ്പൂൺ ആണെങ്കിൽ 1.5 ടീസ്പൂൺ. നന്നായി തിളച്ച് കുറുകി വരട്ടെ. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നന്നായി തിളയ്ക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുറുക്കിയെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. ചട്ടിയുടെ പുറത്തോട്ടൊക്കെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കുറുകിയിട്ടുണ്ട്. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയാണ്, പക്ഷേ ഈ ചട്ടി ചൂടുള്ള കാരണം കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മുടെ പാകത്തിനായിട്ട് സെറ്റായിക്കോളും. ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കണ്ടില്ലേ പൊട്ടിത്തെറിക്കുന്നത്? ആ ചൂടുള്ള കാരണം ചട്ടിക്ക്, അത് കാരണമാണ് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവണേക്കാൾ തൊട്ട് മുന്നേ തന്നെ ഓഫ് ചെയ്യുന്നത്. ഇത് അടച്ചു വയ്ക്കാം, ഇരുന്ന് വറ്റിക്കോളും. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൈയോടെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നേരം വച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സാധാരണയായിട്ട് തലേന്നാണ് ഉണ്ടാക്കി വയ്ക്കാറ്. ഇതുപോലുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതാണ്. Thank you for your supporting and also thanks for watching.